പൊന്നിൻകുടം പോലുള്ള സുരേഷ് ഗോപി അദ്ദേഹം ജയിക്കണം. അതിനുവേണ്ടി തളിപ്പറമ്പത്തപ്പന് പൊന്നും കുടം വഴിപാട്. ഒരു ആരാധകനാണ് ഇത്തരത്തിൽ ഒരു വഴിപാട് സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും ഒക്കെ ജീവിത ക്ലേശങ്ങൾ അത് അറുതി വരുത്തണമെങ്കിൽ സുരേഷ് ഗോപി പാർലമെന്റിൽ കേന്ദ്രമന്ത്രിയായി ഉണ്ടാകണം. അതാണ് ഈ ആരാധകന്റെ ആഗ്രഹം. തളിപ്പറമ്പത്തപ്പന് പൊന്നും കുടം വെച്ച് ആ ആഗ്രഹം സാധിക്കാൻ പ്രാർത്ഥിക്കുകയാണ് സുധാകര മാരാർ എന്ന സുരേഷ് ഗോപിയുടെ ആരാധകൻ. ഒരു മാസത്തിലധികമായി എല്ലാ ദിവസവും നെയ്യമൃതും പട്ടും താലിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സുധാകര മാരാർ സുരേഷ് ഗോപിക്ക് ദൈവാനുഗ്രഹം ലഭിക്കാനും സുരേഷ് ഗോപിക്കുള്ള ദോഷങ്ങൾ അകലാനും ഒക്കെ വേണ്ടിയാണ് വഴിപാടുകൾ നടത്തുന്നത്. കടന്നപ്പള്ളി സ്വദേശിയാണ് സുധാകര മാരാർ. വർഷങ്ങളായി വാദ്യകലാരംഗത്ത് പാടവം തെളിയിച്ച കലാകാരനാണ്. 6 മാസം മുൻപ് ഗൾഫിൽ നടന്ന ഒരു പരിപാടിയിൽ സുരേഷ് ഗോപിക്കൊപ്പം പങ്കെടുക്കാൻ ഒരു അവസരം മാരാറിനുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനായി. പിന്നീട് സുരേഷ് ഗോപിയുടെ തറവാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മേളപ്രമാണിയായും സുധാകര മാരാർ പോരുന്നത്രേ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും ഗുണകരമാവും എന്നാണ് സുധാകര മാരാരുടെ അഭിപ്രായം. അതിനാൽ അദ്ദേഹം വിജയിക്കാൻ മനുഷ്യപ്രയത്നം പോലെ തന്നെ ദൈവാനുഗ്രഹവും വേണം. അത് ലഭിക്കാനാണ് രാജരാജേശ്വരനായ തളിപ്പറമ്പത്തപ്പന് മുന്നിൽ പൊന്നിൻകുടം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചത്. പ്രസാദം സുരേഷ് ഗോപിക്ക് എത്തിക്കാൻ സുധാകര മാരാർ തൃശൂരിലേക്ക് നേരിട്ട് പോയിരിക്കുകയാണ്. പുരാതന കേരളത്തിലെ പ്രശസ്തമായ 108 ശിവാലയങ്ങളിൽ ഒന്നായാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത്. ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം കൂടിയാണിത്. ശിവൻ രാജരാജേശ്വരൻ എന്ന പേരിലാണ് ഈ മഹാക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത്. ശങ്കരനാരായണ ഭാവത്തിലാണ് ശിവനെ ഇവിടെ ആരാധിക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്ക അർപ്പിച്ച് ദേവപ്രശ്നം വെക്കുന്നതുമൊക്കെ ക്ഷേത്രാചാരമായി കരുതുന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദേവപ്രശ്നം വയ്ക്കുക പതിവ്. ഇന്ത്യയിലെ ഏറ്റവും പുരാതന ശക്തിപീഠങ്ങളിൽ ഒന്നായാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിന് പിന്നിൽ പല കഥകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രചാരത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് ശിവനും സതിയുമായി ബന്ധപ്പെട്ട കഥയാണ്. സതീദേവിയുടെ സ്വയം ദഹനത്തിന് ശേഷം സതിയുടെ തല വന്ന് വീണത് ഇവിടെയാണ് എന്നാണ് വിശ്വാസം. ചരിത്രത്തിലേറെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരള മാഹാത്മ്യം, കേരള ക്ഷേത്ര മാഹാത്മ്യം, മൂഷിക വംശകാവ്യം തുടങ്ങിയ സംസ്കൃത കൃതികളിലും ചെല്ലൂരീശവിലാസം, ലക്ഷ്മിപുരേശ സ്തോത്രം, ചെല്ലൂർ പിരാൻ സ്തുതി മുതലായ കൃതികളിലും ചെല്ലൂർ നവോദയം ചമ്പുവിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പെരിഞ്ചെല്ലൂർ എന്നായിരുന്നു അക്കാലത്ത് ഇവിടം അറിയപ്പെട്ടിരുന്നത് അത്രേ. രാജരാജേശ്വരനെ പെരിഞ്ചെല്ലൂർ അപ്പനെന്നും പെരും തൃക്കോവിൽ അപ്പനെന്നും പറഞ്ഞിരുന്നു. ഏഴിമലയിലെ മൂഷിക രാജവംശത്തിന്റെ കീഴിലായിരുന്നു ക്ഷേത്രമുണ്ടായിരുന്നത്. പ്രാചീന കേരളത്തിലെ ബ്രാഹ്മണ കുടിയേറ്റത്തെ തുടർന്ന് നിലവിൽ വന്ന 64 ഗ്രാമങ്ങളിലെ 32 ഗ്രാമങ്ങളിൽ പ്രശസ്തിയുടെ ഉന്നതി കൈവരിക്കാൻ സാധിച്ച ഗ്രാമമായിരുന്നു പെരിഞ്ചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന തളിപ്പറമ്പ്. ഇവിടുത്തെ ക്ഷേത്രേശ്വരന്റെ നാമമായിരുന്നു ഗ്രാമത്തിനും. 32 ഗ്രാമങ്ങളിൽ വടക്കേ അറ്റത്തെ ഗ്രാമമായിരുന്ന പെരിഞ്ചെല്ലൂർ എന്ന തളിപ്പറമ്പ് ചരിത്രകാരന്മാരിൽ സ്ഥാപിക്കപ്പെട്ടതും കൂടിയാണ്. ഒരു കാലത്ത് വടക്കൻ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു ഈ ഗ്രാമം. ആദിത്യനെ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ചൂർണം ഉപയോഗിച്ച് ഋഷിമാർ 3 ശിവലിംഗങ്ങൾ ഉണ്ടാക്കിയത്രേ. ഇത് ബ്രഹ്മാവ് അവരിൽ നിന്ന് കൈക്കലാക്കുകയും പിന്നീട് പാർവതിയുടെ കയ്യിലെത്തിയ ഇവയെ പാർവതി പൂജിച്ചു വരികയും ചെയ്തിരുന്നു. ഒരിക്കൽ മാന്ധത മഹർഷിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവൻ ഈ 3 വിഗ്രഹങ്ങളിലൊന്ന് അദ്ദേഹത്തിന് നൽകി. ശ്മശാനങ്ങളില്ലാത്ത പരിശുദ്ധമായ സ്ഥലത്ത് അത് സ്ഥാപിക്കണം എന്നായിരുന്നു ശിവൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെ തളിപ്പറമ്പിലെത്തിയ മഹർഷി അത് അവിടെ സ്ഥാപിക്കുകയും പിന്നീട് അത് ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മാധാവ് മഹർഷിയുടെ മകനായ മുജുകുന്ദനുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ശിവലിംഗത്തിന്റെ കഥ. ശിവനിൽ നിന്നും ശിവലിംഗം നേടിയ അദ്ദേഹം തളിപ്പറമ്പിൽ തന്നെ ഇത് പ്രതിഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തു പോന്നു. പിന്നീട് ഇതും ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുകയായിരുന്നു. കോലത്ത് നാട്ടിലെ രാജാവായിരുന്ന ശതസോമനാണ് 3ാമത്തെ ശിവലിംഗം ലഭിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് ക്ഷേത്രം കാണുന്ന സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തത്. വടക്കൻ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് അറിയപ്പെട്ടിരുന്ന ഇവിടെ പണ്ഡിതർക്കും കലാകാരന്മാർക്കുമൊക്കെ പ്രത്യേക സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് പക്ഷേ രാത്രികാലങ്ങളിൽ മാത്രം പ്രവേശനമുള്ള അപൂർവ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. അതും തിരുവത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. രാത്രി 8 മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കൂ. എന്നാൽ ശിവരാത്രി ദിവസം അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും തൊഴാൻ അനുവാദമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.